ആത്മസ്നാനം പ്രാപിച്ച ദൈവപൈതലേ, നിന്നിൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റം വിവേചിച്ചറിയുന്ന ആ തലമുറയ്ക്ക് കാലത്തെ വിവേചിക്കാൻ കഴിയാതെ പോയപ്പോൾ അവർക്ക് പറ്റിയത് സാധാരണ പതനമല്ല. അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല, സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി വന്നിരിക്കുന്ന പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി ആ തലമുറയിൽ പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മധ്യസ്ഥതയണച്ച്, പ്രവചിച്ചതുപോലെ ആത്മാവിനെ പകർന്ന്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന രക്ഷകൻ അക്ഷരികമായവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോഴും അവൻ ആരാണെന്ന് തിരിച്ചറിയാൻ ആ തലമുറയ്ക്ക് കഴിയാതിരുന്നത് പോലെ ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ മടങ്ങി വരവിനെതിരെ അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി യോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ കാലത്തെ വിവേചിക്കുക. കാലത്തെ വിവേചിക്കുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി കൈകെട്ടി ഇവിടെ ഇരുന്ന് മൗനമായി ഉറങ്ങിയിട്ട് പോകില്ല. അവരിന്ന് രാത്രി വിളിച്ചു പറയും, ശബ്ദമുയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ, അഭിഷിക്തന്മാരുടെ ഹൃദയത്തിൽ ജ്വാല വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പറയണം, കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, അഭിഷേകത്തിന്റെ ജ്വാല അകത്ത് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മീയ ദർശനം ഒരു കൊതിയിലേക്ക് നിന്നെ നയിക്കും. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ വിഴുങ്ങപ്പെടേണ്ടതിന് എൻ്റെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ പച്ചയായ മനുഷ്യ ശരീരത്തിൽ ദൈവശക്തിയുടെ ജീവൻ വ്യാപരിച്ച് ഈ മൺശരീരം ഉരിഞ്ഞു മാറ്റി നിത്യതയ്ക്കായി പറന്നുയരാൻ എൻ്റെ ഉള്ളം കൊതിക്കുന്നു എന്ന് ആത്മാവിൽ പറയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും.